പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ആബിദാണ്, ആലിമല്ല ആബിദാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു 24 മണിക്കൂറും ഇബാദത്ത. വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും നിസ്കാരവും ദിക്റും ദുആയും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. വീടിനകത്തിരുന്നിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മലയുടെ മുകളിൽ പോയിട്ട് ഒരു തമ്പ് കെട്ടിയിട്ട് അവിടെ നിന്ന് നിസ്കാരം, അവിടെയാണ് നിന്ന് നിസ്കാരം, എപ്പോഴും നിസ്കാരവാ. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിച്ചു, മോനെ ജുറൈജേ, മോനെ ജുറൈജേ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു സുന്നത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ വീടിന്റെ വെളിയിൽ വന്ന് വിളിക്കുന്നത്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, പടച്ചവനെ നിസ്കാരത്തിലാണല്ലോ, നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മായിക്ക് വിളിക്ക് ഉത്തരം കൊടുക്കാമെന്ന് കരുതിയിട്ട് നിസ്കാരം പൂർത്തിയാക്കി. സത്യത്തിൽ നിസ്കരിച്ച് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ വിളിച്ചാൽ ആ കൈയടിച്ചിട്ട് നീ ഉത്തരം നൽകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ വിളിച്ചാൽ എന്ത് ചെയ്യണം? കൈയടിച്ചിട്ട് ഉത്തരം നൽകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫർള് നമസ്കരിക്കുന്ന സമയത്താണെങ്കിൽ ഉത്തരം നൽകണ്ട, സുന്നത്താണെങ്കിൽ ഉത്തരം നൽകണം. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിൽ തന്നെ നിന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് വിളി കേൾക്കാന്ന് വിചാരിച്ചു. ഉമ്മ മടങ്ങിപ്പോയി. പിന്നെയും വന്നു ഉമ്മ. അപ്പോഴും വന്ന് വിളിക്കുമ്പോഴും ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിലാ. ഉമ്മ മടങ്ങിപ്പോയി. മൂന്നാമതും ഉമ്മ വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമതും ഉമ്മ വന്നു. എന്നിട്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഉമ്മ വിളിക്കുകയാ. അപ്പോഴും ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിലാ. അവിടുന്ന് ചിന്തിച്ചു, അല്ലാഹ് നമസ്കാരത്തിലാണല്ലോ പടച്ചവര്, നമസ്കാരം തീർന്നിട്ട് ഉമ്മയുടെ വിളി കേൾക്കാമെന്ന് കരുതുമ്പോ ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ. ആ വീടിന്റെ മുന്നിലിരുന്നു കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മാതാവ് 2 കൈ ഉയർത്തുകയാണ്. പടച്ചവന്റെ ദർബാറിലേക്ക് കൈ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തുൽതു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മുനിസാ. പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഉമ്മ പെങ്ങന്മാരോട്, എന്റെ പ്രിയമുള്ളവര്, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കടൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കടേ. ഈ 3 പേരെങ്ങാനും നിനക്കെതിരെ ദുആ ചെയ്താ മരണത്തിന് ശേഷമല്ല പൊന്നുമോനെ ശിക്ഷ കിട്ടുന്നത്. ഈ 3 പേര് ആർക്കെങ്കിലും എതിരായി ദുആ ചെയ്താ ഈ ദുനിയാവിൽ കിടന്ന് നരകിച്ചിട്ട് നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, 3 പേരുടെ ദുആ സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട്, പെങ്ങന്മാരോട്, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കണം. ഈ 3 പേര് നിനക്കെതിരെ എങ്ങാനും ദുആ ചെയ്താ ഈ ദുനിയാവിൽ കിടന്നു മരിക്കുന്നതിന് മുമ്പേ നീ നരകിച്ചിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒന്നാമത്തെ വ്യക്തി ആരെന്നറിയുവോ? അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാ. ഉമ്മ നമുക്കെതിരെ ദുആ ചെയ്താല് എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അനുഭവിക്കാതെ പോകില്ല ചെറുപ്പക്കാരാ. അത് പള്ളിയിലെ ഉസ്താദാകട്ടെ, വഅല് പറയുന്നവനാകട്ടെ, ഹാഫിളാകട്ടെ, ആലിമാകട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. 24 മണിക്കൂറും ഇബാദത്താ. അതാ വനത്തിന്റെ മുകളിൽ നിന്നാണ് ഒറ്റയ്ക്കൊരു തമ്പടിച്ചിട്ടൊരു വീട് കെട്ടിയിട്ട് അതിനകത്തിരുന്ന് രാവും പകലും ഇബാദത്താണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയുണ്ടല്ലോ, വീടിന്റെ വെളിയിൽ വന്നിട്ട് വിളിക്കുന്നു, മോനെ ജുറൈജ്. വിളിക്കുത്തരം നൽകിയില്ല. അറിഞ്ഞുകൊണ്ടല്ല, നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണല്ലോ. ഈ സമയത്ത് ഉമ്മ വിളിച്ചാൽ ഉത്തരം നൽകാൻ, അതാ നമസ്കാരം കഴിഞ്ഞിട്ട് ഉത്തരം നൽകാമെന്ന് കരുതിയിട്ട് നിസ്കരിക്കുന്ന ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ മനസ്സ് വേദനിക്കുകയാ. ആ ഉമ്മ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ
ചെയ്യുന്നു, അല്ലാ എന്റെ പൊന്നുമോനെ നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ നീ മരിപ്പിക്കല്ല റബ്ബേ. ആ ഉമ്മ അല്ലാഹുവോട് പറയുകയാ, ഇവനെ നാണം കെടുത്തലേ പടച്ചവരെ, ഇവനെ വ്യഭിചാര ആരോപണം നടത്തിയിട്ട് നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്താതെ എന്റെ പൊന്നുമോനെ ജുറൈജിനെ നീ മരിപ്പിക്കല്ല അല്ലാ. ഉമ്മ തന്റെ പൊന്നുമോന് എതിരായി ദുആ ചെയ്യുകയാ, ഉമ്മ തന്റെ പൊന്നുമോന് എതിരായി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹു 24 മണിക്കൂറും ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പെണ്ണുണ്ടല്ലോ ജുറൈജിനെ വഴിതെറ്റിക്കാൻ നോക്കുകയാ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിനെ വഴിതെറ്റിക്കാൻ നോക്കുകയാ. എന്ത് ചെയ്തിട്ടും തെറ്റിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അവസാനം എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസം ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നില് ഒരു ചോരക്കുഞ്ഞിനെ കയ്യിൽ വെച്ചുകൊണ്ടൊരു പെണ്ണ് കടന്നു വരികയാ. ഒരു കുഞ്ഞിനെ കയ്യിൽ വെച്ചിട്ട് ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിലേക്ക് വന്നിട്ട് അവിടുന്ന് പറയുന്നു, ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്ന് കിടന്ന് ബഹളം വെക്കുകയാണ്. നാട്ടുകാർ മുഴുവനും ഒരുമിച്ച് കൂടി എന്തിനാണ് ഈ നല്ല മനുഷ്യന്റെ വീടിന്റെ മുന്നിൽ വന്ന് കിടന്ന് ബഹളം വെക്കുന്നതെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറയുകയാ, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജാ. എന്റെ പ്രിയമുള്ളവരെ, കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ഒരു പെണ്ണ് പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ വാപ്പ ഈ ജുറൈജാണെന്ന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ആ ജനങ്ങൾ മുഴുവനും ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് തല്ലിപ്പൊളിക്കുകയാ. അവിടുന്ന് വീട് മുഴുവനും നശിപ്പിച്ചിട്ടു, നീ കള്ളനാടാ, നീ വ്യഭിചാരിയാടാ, നീ ഇതിനകത്തിരുന്ന് ഇബാദത്തല്ല നടത്തുന്നത്, ഇതിനകത്തിരുന്ന് വ്യഭിചാരമാണ് നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ടു നാട്ടുകാർ മുഴുവനും പരിഹസിക്കുകയാ, നാട്ടുകാർ മുഴുവനും കളിയാക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അന്നും ഇന്നും അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും കിട്ടിയാ അതിന്റെ സത്യം പോലും ഒരു മനുഷ്യനും നോക്കാറില്ലല്ലോ. ആഘോഷമല്ലേ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നാട്ടുകാരുടെ മുന്നിൽ മുഴുവനും വ്യഭിചാരിയെന്ന് മുദ്രകുത്തപ്പെട്ട് നാണം കെട്ട് പരിഹസിച്ച് തല താഴ്ത്തി പിടിച്ചിട്ട് നിന്ന് കരയുകയാണ്. ആ സമയമുണ്ടല്ലോ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ജനങ്ങളോട് പറഞ്ഞു, ഇതിന്റെ സത്യം എന്താണെന്ന് ബോധിപ്പിക്കാൻ എനിക്കൊരവസരം തരുമോ? ഇതിന്റെ സത്യം എന്താണെന്ന് ബോധിപ്പിക്കാ നിങ്ങൾ എനിക്കൊരവസരം തരുമോ? ഒരുപാടൊന്നും സമയം വേണ്ട, ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്കൊന്ന് സമയം തരുമോ? ജുറൈജ് റളിയല്ലാഹു തആല അൻഹു എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് ഒരുപാട് പ്രാവശ്യം കരിമ്പാറയിൽ കുത്തിവെക്കുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എഴുതി ചേർക്കാനുള്ള ചരിത്രമാണ് ജുറൈജ് റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, ഒന്നുപെടുക്കുകയാ, ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുകയാണ്, എല്ലാവരും പരിഹസിക്കുകയാണ്, എല്ലാവരും കളിയാക്കുകയാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ ഒന്നുപെടുത്തിട്ട് വന്ന് 2 റക്അത്ത് നിസ്കരിക്കാൻ കൈകെട്ടുകയാ. അല്ലാഹുവേ, നമസ്കാരത്തിന്റെ സമയത്തോ സുജൂദിൽ കിടന്നുകൊണ്ട് ജുറൈജ് പറയുന്നു, അല്ലാ, എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാ. നമസ്കാരമെന്ന് പറഞ്ഞ മുനാജത്താ പടച്ചവരെ, നമസ്കാരമെന്ന് പറഞ്ഞ അത് പടച്ചവനോടുള്ള മുനാജാത്താ. അള്ളാനോട് സംസാരിക്കണം. നമസ്കരിക്കുമ്പോ മനസ്സ് വേദനയെടുക്കുമ്പോ, നാട്ടുകാർ മുഴുവനും കളിയാക്കുമ്പോ, ഇല്ലാത്ത തെറ്റിന്റെ പേരിൽ നാണം കെടുത്തുമ്പോ ഒന്ന് നിസ്കരിക്ക ചെറുപ്പക്കാരാ. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്നുകൊണ്ട് അല്ലാഹുവിനോടൊന്ന് സംസാരിക്കു പൊന്നുപോരോ. കൈകെട്ടികെട്ട് പറയുമല്ലോ, للذي فطر السماوات والأرض حنيفا مسلما وما كان من المشركين إن صلاتي ونسكي ومحياي ومماتي. അല്ലാഹുവേ, എന്റെ ജീവിതവും എന്റെ മരണവും എന്റെ പ്രവർത്തനവും എല്ലാം നിനക്കുള്ളതാ അല്ലാ. നാവ് കൊണ്ട് പറഞ്ഞാ പോരാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയുന്നു, അല്ലാ,
എനിക്ക് നീയല്ലാതെ ആരുമില്ല അല്ലാ, എന്നെ ഒറ്റപ്പെടുത്തല്ലേ അല്ലാ, എന്നെ കളിയാക്കല്ലേ അല്ലാ, ഇതിന്റെ സത്യം നിനക്കറിയാമല്ലോ അല്ലാ, എന്നെ സഹായിക്കണേ എന്ന് നമസ്കാരത്തിൽ സുജൂദിൽ കിടന്ന് ജുറൈജ് റളിയല്ലാഹു തആല മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന സർവാധിനാഥനായ പടച്ചവന്റെ മുന്നിലോ സുജൂദിൽ കടന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുകയാ. നമസ്കാരം കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. ജനങ്ങൾ മുഴുവനും കൂടി നിൽക്കുകയാണ്, ജനങ്ങൾ മുഴുവനും കൂടി നിൽക്കുകയാണ്. തന്നെ തല്ലിയ, തന്റെ വീട് തല്ലിപ്പൊളിച്ച, തന്നെ നാണം കെടുത്തിയ ജനങ്ങൾ മുഴുവനും ഇങ്ങനെ നിൽക്കുമ്പോ ജുറൈജ് റളിയല്ലാഹു തആല പറയുകയാ, ആ കുഞ്ഞിനെ എന്റെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരുവോ, ആ കുഞ്ഞിനെ എന്റെ മുന്നിലേക്കൊന്ന് കൊണ്ടുവരുവോ. ജുറൈജ് റളിയല്ലാഹു തആല പിന്നെ മുന്നിലേക്ക് ആ പെണ്ണിന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുക്കുകയാ. തന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ കൊണ്ടുവന്ന് ജുറൈജ് റളിയല്ലാഹു തആല ന്റെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ ജുറൈജ് റളിയല്ലാഹു തആല കൈയെടുത്തിട്ട് ആ പൊടിക്കുന്നിന്റെ പൊക്കിളിന്റെ മുകളിൽ കൈവച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ ഗുലാം മന്നബൂകാ. ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിലോ കൈവച്ചിട്ട് ചോദിച്ചു, മോനെ പറയടാ നിന്റെ വാപ്പയാരാ. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാ, കളിയാക്കിയവരും നാണം കെടുത്തിയവരും എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ആ കുഞ്ഞു പറയുകയാ, എന്റെ വാപ്പയാരെന്നറിയുവോ, എന്റെ വാപ്പയാരെന്നറിയുവോ, ഒരു ആട്ടിടയനാണെന്ന് ആ പാല് കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞു കൊടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ ദുആ സൂക്ഷിക്കടേ, ഉമ്മാന്റെ ദുആ സൂക്ഷിക്കടേ. ഈ ദുനിയാവിൽ വെച്ച് അനുഭവിച്ചിട്ട് യാത്രയാകു ചെറുപ്പക്കാരാ. കാരണം ഉമ്മയ്ക്ക് എത്ര വിലയാ പൊന്നുപോരോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളുണ്ടല്ലോ, ഉമ്മാനെ തല്ലുന്നവരുണ്ടല്ലോ, ഒരു തൊലിവെളുപ്പുള്ളവളെ കിട്ടുമ്പോ ഉമ്മാനെ വൃദ്ധസദനത്തിൽ വലിച്ചെറിയുന്നവരുണ്ടല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു സഹാബി കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ മാതാപിതാക്കളിൽ ആരോടാ നബിയെ ഏറ്റവും കൂടുതൽ എനിക്ക് കടമ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിന്റെ ഉമ്മയോടാ. രണ്ടാമതാരോടാ നബിയോ? നിന്റെ ഉമ്മയോടാ. മൂന്നാമതാരോടാ നബിയോ? നിന്റെ ഉമ്മയോടാ. നാലാമതാരോടാ നബിയോ? നിന്റെ വാപ്പയോടാ. നാലാമതാണ് വാപ്പയുടെ പേര് പറഞ്ഞത്. ആ സമയത്ത് ഈ സഹാബി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, 3 പ്രാവശ്യവും ഉമ്മയുടെ പേരാണല്ലോ പറഞ്ഞത്, അതിന്റെ കാരണം എന്തേ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്നെ വളർത്തലും അവരോട്. ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. 9.5 മാസക്കാലം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത് നിന്റെ ഉമ്മയാ മോനെ. അന്ന് ഹോസ്പിറ്റലില്ലല്ലോ. ഇന്ന് നിന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോ പൊന്നുപോലെ നീ നോക്കുമല്ലോ. നിന്റെ ഉമ്മ നിന്നെ ചുമന്നുകൊണ്ട് നടന്ന കാലമെന്ന് ഓർക്കുമോരെ. ഒന്ന് കിടക്കാൻ കഴിയുമോ? ഒന്ന് നടക്കാൻ കഴിയുമോ? വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? 9.5 മാസക്കാലം നീ പ്രസവിച്ച നിന്റെ സ്വന്തം മോന് ഒരു 10 മിനിറ്റ് നിന്റെ കയ്യിൽ വെച്ചാ കൈ കിടക്കുമല്ലോ. നിന്റെ ഉമ്മ 9.5 മാസമാ ചുമന്നുകൊണ്ട് നടന്നത്. എന്നിട്ടോ മരണവേദനയുടെ വേദനയും എന്താ നിന്റെ ഉമ്മ പ്രസവിച്ചത്. ഉമ്മാൻ ഇന്നും നടുവേദന എന്തെന്നറിയുവോ? നിന്റെ ഉമ്മാൻ ഈ സമയത്തും പ്രായമായ നിന്റെ ഉമ്മ രോഗിയായി കിടക്കാനുള്ള കാരണം എന്തെന്നറിയുവോ? നിന്നെ പ്രസവിച്ചതാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, മരണവേദന സഹിച്ചതും ഉമ്മ തന്നെയാണ്. 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ പട്ടിണിയാണെങ്കിലും രോഗം പിടിച്ചു കിടന്നാൽ നോമ്പ്
പിടിച്ച് കിടന്നാൽ എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന ഉമ്മയും തന്റെ കുഞ്ഞൊന്ന് കരഞ്ഞാ ഉമ്മാന് സഹിക്കില്ലല്ലോ, വാരിയെടുത്തിട്ട് പാല് തരുവല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മാന്റെ ദുആ സൂക്ഷിച്ചോ. ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുകയാ, മക്കളെ ശപിക്കല്ലേ ഉമ്മ. ദേഷ്യം വരുമ്പോ, മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ എന്റെ ഉമ്മമാര് ശപിക്കുമല്ലോ. ഇവൻ മുടിഞ്ഞു പോകട്ടെ, ഇവൻ നശിച്ചു പോകട്ടെ, ഇവന്റെ മയ്യത്ത് നടുറോഡിൽ നിന്ന് തുടച്ചെടുക്കട്ടെ എന്ന് ശപിക്കല്ലേ ഉമ്മ. അല്ലാഹുവേ, ഒരു ദേശത്തിന്റെ പേരിൽ നീ ശപിച്ചു കഴിഞ്ഞാ നാളെ നിന്റെ മക്കൾ കിടന്ന് അനുഭവിക്കുന്നത് കാണേണ്ടി വരുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കടേ, 3 പേരുടെ ദുആ നീ സൂക്ഷിക്കടേ. ഒന്നാമത്തേത് നിന്റെ ഉമ്മയുടെ ദുആയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക്, മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മമാര് ദേഷ്യം വരുമ്പോ വാപ്പമാരും ഉമ്മമാരും കണക്കാ. വാപ്പമാരും ഉമ്മമാരും മക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ ഇരുന്ന് ശപിക്കും. ശപിക്കല്ലേ വാപ്പ, നിന്റെ മോനല്ലേ, നിന്റെ മോനല്ലേ. ഒരു ദേശത്തിന്റെ പേര് നീ അത് ചെയ്യും, പക്ഷെ നാളെ അവൻ കടന്ന് നരകിക്കുന്നത് നീ തന്നെ കാണണ്ടേ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.